So, hey guys, welcome to Shiva. You are watching TV Motomotive channel. എല്ലാവർക്കും അപ്പോൾ ഇതിൻ്റെ പഴയ കണ്ട പോലെ നമ്മളെ എൻ്റെ ഫ്രണ്ട് ഇടിച്ച് വന്ന NS200 നമ്മൾ ഫിറ്റ് ചെയ്ത് പരിപാടി തീർക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മൾ ഫ്രണ്ട് സെക്ഷൻ മൊത്തം പോയായിരുന്നു. ഇതിൻ്റെ ഈ കോൺ ഏരിയ ഓവലായി പോയായിരുന്നു. നമ്മൾ കൊണ്ടുപോയിട്ട് സംഭവം ഓവൽ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് ഡൂമ് മുതൽ എല്ലാ ഐറ്റംസും മാറുവാണ്. ഫ്രണ്ട് അലോയ് സ്റ്റോക്ക് അലോയ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീഡിയോ അങ്ങ് ചെയ്തേക്കാന്ന് വെച്ച് ഒരു സ്പെഷ്യൽ ആണ്. കാരണം സ്റ്റോക്ക് അലോയിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. യൂസ് ചെയ്യുന്ന USB ഫോർക്ക് R3 USB ഫോർക്കാണ്. അതിന് ചെറിയൊരു ലെയ്ത്ത് വർക്ക് ഉണ്ട്. അത് ഞാൻ ചെയ്യാൻ കൊടുത്തേക്കാണ്. അത് വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ടീ സ്റ്റമ്പും ടോപ്പ് ലൈറ്റ് യൂസ് ചെയ്യുന്ന ഡ്യൂക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിനെ തന്നെ ഓൾട്രേഷൻ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ വർക്കാണ് എന്നിട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ഇതിൻ്റെ പുതിയൊരു കോൺസെപ്റ്റ് അടിക്കണം എന്നാന്ന് പറയുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് അടിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ എന്നാൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടീ സ്റ്റമ്പ് എന്ന് പറയുന്നത് കണ്ടല്ലോ, അതിൻ്റെ ത്രെഡ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ത്രെഡ് ഇതിൻ്റെ നേരെ പകുതിയെ വരത്തുള്ളൂ. ബാക്കി ത്രെഡ് നമ്മൾ ലേത്തി കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് കേട്ടോ. മാക്സിമം ത്രെഡ് എല്ലാം കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കും. നമ്മൾ ഇനിയിപ്പം പരിപാടി വേറെ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ആകപ്പാട് ടീ സ്റ്റമ്പിൽ വരുന്ന ഓൾട്രേഷൻ എന്ന് പറയുന്നത് ത്രെഡ് എക്സ്റ്റെൻഡിങ് ആണ്. വേറെ അതിൻ്റെ ഓൾട്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനിയും അതിൻ്റെ കോൺസെപ്റ്റ് അടിച്ച് വണ്ടി കയറ്റാം. അപ്പം നമ്മൾ ടീ സ്റ്റമ്പ് റെഡിയാക്കി കോൺസെപ്റ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി മേളത്തെ കോണിൻ്റെ പീസ് വെച്ചിട്ട് വലിച്ച് മുറുക്കാന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലായി ത്രെഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നതുകൊണ്ട് വലിച്ച് മുറുകുമ്പോഴത്തേക്കും പക്കയായിരിക്കും. അപ്പോൾ നമ്മൾ അതുകൂടെ വലിച്ച് മുറുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എന്നാ പറയണ്ടേ സ്റ്റമ്പ് ലെയ്റ്റിലെ വർക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെയ്ത്തി കൊടുത്തത് ഈ ഒരു സ്ലീവ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ലീവ് റെഡിയാക്കാൻ നമ്മൾ ലെയ്ത്തി കൊടുത്തത്. സംഭവം ചിലവർ പറയുമായിരിക്കും അങ്ങനെയാണ് R3 ആക്സിൽ അങ്ങ് മേടിച്ചാൽ പോരെന്ന്. അതിലുള്ള പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R3 ആക്സിൽ എല്ലായിടത്തും കിട്ടത്തുമില്ല. കിട്ടുവാണെങ്കിൽ ഒരാഴ്ചയുടെ മേളിൽ വെയിറ്റിംഗ് ടൈം വരുന്നുണ്ട്. അപ്പം അതിനും ബെറ്റർ ഇതാണ് ഒറ്റ ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു. കണ്ടല്ലോ ആ ഒരു ചേഞ്ചും ഈ പറഞ്ഞ പോലെ ഒരു യൂണിക്കോണിൻ്റെ ബാക്കിലത്തെ എന്നാ പറയണ്ടേ ഒരു ആക്സിൽ എടുത്തിട്ട് അതിൻ്റെ ഇവിടുത്തെ ത്രെഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രാ ഉള്ള കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പരിപാടി കഴിഞ്ഞില്ല. അപ്പം പരിപാടി തന്നെ അടുത്ത് നമ്മൾ ഈ സ്റ്റമ്പ് നമ്മുടെ വണ്ടിയോട്ട് കയറ്റാൻ പോകണം. അവിടെ കയറ്റിയിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ USB ഫോർക്ക് ഫ്രണ്ട് സെക്ഷൻ നമ്മൾ വണ്ടിയിലോട്ട് കയറി സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ അതിൻ്റെ ഫിറ്റിങ്സ് കണ്ടല്ലോ. സംഭവം താഴെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആക്സിൽ ഇങ്ങനെ നിൽക്കാനായിട്ടാണ് നമ്മൾ ആ സൈഡും കാര്യങ്ങളൊക്കെ ഇറക്കിയത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം നമ്മൾ പരിപാടിയും കഴിയും. ഏകദേശം നമ്മൾ ആ ഒരു ആക്സിൽ മേടിക്കുന്നതിൻ്റെ എമൗണ്ട് നമുക്ക് ഇതിന് ചിലവ് വരുന്നു ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ ഡിസ്ക് വരുന്നത്. റൈറ്റ് സൈഡിലല്ല. നമ്മുടെ R3 പോലെ അത് അതിൻ്റെ തന്നെ R3 തന്നെ ഒരു ഫ്രണ്ട് എന്നാ പറയണ്ട ഒരു എന്നാ കാലിപ്പർ മേടിക്കുവാണെങ്കിൽ തരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ എനിക്ക് ആപ്പാടെ സംശയം ഈ ഒരു സെൻസർ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വെച്ച് നോക്കാനായിട്ട് ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് വീല് റെഡിയാക്കിയിട്ടുണ്ട്. കയറ്റിച്ച് നോക്കാം നമുക്ക് എന്താ വരുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വീലുകൾ കയറ്റി സെൻറ്റർ ചെയ്ത് റെഡിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ബേസിക്സ് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലായില്ല. ഹെഡൂടെ കയറിയാൽ മതി. ബാക്കി ഫ്രണ്ട് സെക്ഷൻ മൊത്തം റെഡിയാക്കിയിട്ടുണ്ട്. ബ്രേക്ക് പമ്പ് ചെയ്യണം. ഡിസ്ക് പ്ലേറ്റ് അങ്ങേ സൈഡാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ സംഭവം R3 സെയിം സെറ്റപ്പാണ്. ഇവിടുത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ആ ആക്സിൽ ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അതുകൊണ്ട് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ലവരുടെ ഏരിയ കണ്ടല്ലോ. സംഭവം പക്കയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. ഈ പറഞ്ഞ സെറ്റപ്പ് ചെയ്യണം. ഹെഡ്ലൈറ്റ് സ്റ്റേ റെഡിയാക്കി ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യണം. അതിൻ്റെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫൈനലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മൊത്തം പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്ന വന്നിട്ട് R3 USB ഫോർക്കാണ്. ഡയറക്റ്റ് ഫിറ്റ് അല്ല. നമ്മുടെ എന്നാ പറയണ്ട നമ്മുടെ KTMൻ്റെ സെറ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് നേരെ എടുത്ത് കയറ്റാൻ പറ്റത്തില്ല. ഇതിൻ്റെ താഴെ കാര്യങ്ങൾ കുറച്ച് ഓൾട്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ സ്റ്റോക്ക് അലോചനയാണ് ചെയ്തേക്കുന്നത്. ഡിസ്ക് അങ്ങേ സൈഡാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ R3 തന്നെ ഒരു കാലിപ്പർ മേടിച്ചാൽ മതി. അപ്പോൾ അതിന് കുഴപ്പമില്ല. ഫ്രണ്ടിൽ നമ്മൾ പിന്നെ ഡ്യൂക്ക് 250 ഒരു മൾഗാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹെഡ് നമ്മൾ ക്ലാമ്പ് ചെയ്താണ് നിർത്തിയേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ക്ലാമ്പ് സെറ്റപ്പ് കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കി ചെറുതായിട്ട് കാണാം. ക്ലാമ്പ് യൂസ് ചെയ്തൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സംഭവം നല്ല സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ തന്നെ ഹോൾഡറും യൂസ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലൈറ്റ് ഡ്യൂക്കിൻ്റെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു മിറർ നമ്മൾ ഡ്യൂക്കിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു MCക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ ചെയ്തേക്കുന്നത് ഡ്യൂക്കിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ സെറ്റപ്പ് കയറിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ ഡൗട്ടോ കാര്യങ്ങളൊന്നും ഈ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ വെൽ വിശേഷം. TVM ഓട്ടോമോട്ടീവ്.